മനസ്സ് കലങ്ങി മറിയുകയാണോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? ഭയപ്പെടേണ്ട. ഈ നിമിഷം സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കൊടുങ്കാറ്റുകളെ ശാന്തമാക്കിയ അതേ ശബ്ദം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തോടും മന്ത്രിക്കുന്നു. എന്റെ കുഞ്ഞെ, ശാന്തമായിരിക്കുക. അസാധ്യമായ കാര്യങ്ങളെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. നീ അടങ്ങിയിരുന്ന് എന്നിൽ വിശ്വസിക്കുക. മുൻപും ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും ഞാനത് ചെയ്യും. എന്റെ ശബ്ദത്താൽ കാറ്റും കൊടുങ്കാറ്റും അടങ്ങിയതുപോലെ നിന്റെ ഹൃദയത്തിനുള്ളിലെ സംശയത്തിന്റെ ഇരമ്പുന്ന കടലും ശാന്തമാകും. ഇപ്പോൾ എന്റെ അടുത്തേക്ക് വരിക. നിനക്ക് ആവശ്യമായ വിശ്രമം ഞാൻ നൽകാം. നിന്റെ ശ്രദ്ധയെ അപഹരിക്കുന്ന, മനസ്സിൽ ചുറ്റിത്തിരിയുന്ന ആയിരക്കണക്കിന് ചിന്തകളെയും ഭയങ്ങളെയും ഞാൻ നീക്കം ചെയ്യുകയാണ്. നിന്റെ പകലുകളിൽ സമാധാനവും രാത്രികളിൽ സ്വസ്ഥതയും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് അവകാശിയാണ്. എന്നാൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം മൂലവും നിന്നെ ഉപദ്രവിക്കാൻ കഴിയാത്ത മനുഷ്യരെക്കുറിച്ചുള്ള പേടി മൂലവും പലപ്പോഴും ആ അനുഗ്രഹങ്ങൾ കാണപ്പെടാതെ പോകുന്നു. ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, ശാന്തമായിരിക്കുക. മറ്റുള്ളവർ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന വാർത്തകളോ പരദൂഷണമോ ഭീഷണികളോ നീ കാര്യമാക്കേണ്ട. കാരണം ഞാനാണ് ആജ്ഞാപിക്കുന്നത്. നിന്റെ വിധിയുടെ മേൽ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് എന്റേതാണ്. ആയിരങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റാലും സ്വന്തം തെറ്റുകളുടെ ഫലം നീ അനുഭവിച്ചാലും നീ വിഷമിക്കേണ്ട. നീ ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ്. ലോകം തകരുന്നതായി തോന്നിയാലും ഞാൻ നിന്നെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കും. ഭയം കൊണ്ട് ചുറ്റുമുള്ളവർ തളർന്നു വീഴുമ്പോഴും നീ ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നിനക്ക് കേൾക്കാനും കാണാനും കഴിയുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ മാധ്യമത്തിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കുന്നുവെന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. നിന്റെ ഹൃദയത്തിൽ എന്റെ സ്പർശനം നീ അറിയുന്നുണ്ട്. അത് നിന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ മുറിപ്പെടുത്തിയ പരിഹാസങ്ങളെ ഞാൻ എടുത്തുമാറ്റുകയാണ്. നിന്നെ തോൽപ്പിച്ച ദുഷ്ടന്മാരുടെ കൈകളിൽ നീ അനുഭവിച്ചതൊന്നും വെറുതെയാകില്ലെന്ന് വിശ്വസിക്കുക. ഇന്ന് നിനക്ക് ശക്തിയും ജ്ഞാനവും പക്വതയുമുണ്ട്. നീ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പോരാടാനും നീ അനുഭവിച്ചതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും നീ തയ്യാറായി കഴിഞ്ഞു. നിന്റെ വിടുതലിന്റെ സമയം വന്നെത്തി. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചം പകരാൻ എന്റെ സ്നേഹത്തിന്റെ ഒരു ഉപകരണമായി നീ മാറിയിരിക്കുന്നു. എന്നാൽ നിന്റെ ശത്രുക്കൾക്ക് നിന്റെ കഴിവുകളെക്കുറിച്ച് അറിയാം. നിന്റെ സമാധാനം കവർന്നെടുക്കാനും കുഴപ്പങ്ങളുണ്ടാക്കാനും അവർ തിരിച്ചുവന്നിട്ടുണ്ട്. അവർ നിന്റെ സ്വസ്ഥത കെടുത്താൻ നീ അനുവദിക്കുകയാണെങ്കിൽ, വിശ്വാസം മറന്ന് ഭയത്തിന്റെ കയത്തിലേക്ക് വീഴുകയാണെങ്കിൽ ഉത്കണ്ഠ വീണ്ടും നിന്നെ പിടികൂടും. എന്നാൽ സത്യം ഇതാണ്: നിന്നോടുള്ള എന്റെ സ്നേഹം വിശാലമാണ്, എന്റെ കരുണ അനന്തമാണ്. നിന്നെ വീണ്ടും ആക്രമിക്കാൻ എന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു, നീ പരാജയപ്പെട്ട് വീണാലും ഞാൻ നിന്നെ വീണ്ടും ഉയർത്തും. ഞാൻ നിന്നിൽ നിന്ന് ദൃഷ്ടി മാറ്റിയെന്ന് തെറ്റിദ്ധരിക്കരുത്. ശത്രുവിന്റെ കെണിയിൽ നീ വീണാലും ഞാൻ നിന്നെ രക്ഷിക്കും. നിന്റെ വിശ്വാസം കുറയുകയും ഹൃദയം നിഷേധാത്മക ചിന്തകളാൽ നിറയുകയും ചെയ്താലും ഞാൻ നിനക്ക് വേണ്ടി പോരാടും. ഞാൻ നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും എന്റെ വചനത്താൽ വീണ്ടും നിറയ്ക്കുകയും ചെയ്യും. എന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ക്ഷാമമോ രോഗമോ സംഘർഷമോ അപകടമോ കഷ്ടപ്പാടോ ഒന്നിനും നിന്നെ അതിൽ നിന്ന് വേർപെടുത്താനാവില്ല. ഇവയിലെല്ലാം നീ ജേതാവിനേക്കാൾ വലിയവനാണ്. നീ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്റെ ഹൃദയം എനിക്ക് തന്നു. ഞാനാണ് നിന്റെ രക്ഷകനും സംരക്ഷകനും എന്ന് നീ സ്വന്തം അധരങ്ങളാൽ ഏറ്റുപറഞ്ഞു. നീ അചഞ്ചലമായ വിശ്വസ്തത കാണിച്ചു. പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ തള്ളിപ്പറയുകയും പരാതി പറയുകയും ചെയ്യുന്നവരെ പോലെയല്ല നീ. അവർ കേൾക്കുന്നവരോടെല്ലാം പിറുപിറുക്കുന്നു, നാവ് സൂക്ഷിക്കുന്നില്ല. സ്വന്തം ജീവിതത്തെയോ കുടുംബത്തെയോ ഭാവിയെയോ അനുഗ്രഹങ്ങളെയോ കുറിച്ച് അവർക്ക് കരുതലില്ല. അവരുടെ പ്രവർത്തികൾ എന്റെ രക്ഷയെ വില കുറച്ചു കാണിക്കുന്നു. എങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവർക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു. നീ ദുഷ്ടന്മാരിൽ നിന്ന് അകന്നു നിൽക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക. എന്റെ വചനത്തെ പരിഹസിക്കുന്നവരാൽ നീ സ്വാധീനിക്കപ്പെടരുത്. മുന്നോട്ടു പോവുക. ഇന്നു നീ നിൽക്കുന്നിടത്തു തന്നെ തുടരരുത്. ഉരുക്കിന്റെ ഉറപ്പുള്ള ശക്തി നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഉറപ്പോടെ മുന്നോട്ടു നടക്കുക. നീ നേരിടേണ്ടിവരുന്ന ശത്രുക്കൾക്കും സംഘർഷങ്ങൾക്കും മുമ്പിൽ ധീരമായി നിൽക്കുക. നീ ശക്തനും ധീരനുമായി വളർന്നിരിക്കുന്നു. വിജയികളിൽ ഒരു വിജയി. ഓരോ പ്രഭാതത്തിലും എന്റെ വചനത്താൽ നിന്റെ വിശ്വാസം ജ്വലിപ്പിക്കുക. നിന്റെ വിശ്വാസവും അപേക്ഷകളും എന്റെ മുൻപിൽ കൊണ്ടുവരിക. ഓർക്കുക, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. നിനക്ക് എന്റെ പിന്തുണയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ശാന്തത നിലനിർത്തുക. എന്റെ സമാധാനം ആസ്വദിക്കുക.
നീ ഒരു അമാനുഷിക ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. ഇങ്ങോട്ട് വരൂ, ഞാൻ നിന്നെ വിളിക്കുകയാണ്. എന്റെ സാന്നിധ്യമാണ് നിന്റെ സ്ഥാനം. വിശ്വാസത്തോടും ആദരവോടും കൂടെ നീ പ്രാർത്ഥനയിൽ മുട്ടുകുത്തുമ്പോൾ എന്റെ സൈന്യം ഇറങ്ങിവരും. നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. നിന്നെ ചുറ്റിനിൽക്കുന്ന ഈ സ്നേഹവലയത്തിൽ നിന്റെ ആത്മാവ് സമാധാനം കണ്ടെത്തുന്നു. അത് സ്വീകരിക്കുന്നുവെന്ന് എന്നോട് പറയുക. നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ എന്നോട് നിലവിളിച്ചു, ഞാൻ നിനക്ക് ഉത്തരം നൽകും. നിന്റെ ജീവിതം മാറും, അതിൽ സംശയിക്കേണ്ട. ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം നൽകുന്നു. നിന്നെ അറിയുന്നവർ പോലും അത് കണ്ട് ആശ്ചര്യപ്പെടും. തീർത്തും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് സഹായം വന്നെത്തും. നന്ദിയുള്ളവനായിരിക്കുക, കാരണം അനുഗ്രഹത്തിന്റെ പല വാതിലുകളും നിനക്കായി തുറക്കും. പുതിയ അവസരങ്ങൾ നിന്നെ തേടിവരും. ഈ വാക്കുകളിൽ വിശ്വസിക്കുക, അവ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറക്കരുത്. എന്നോട് സംസാരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. കണ്ണുകളടച്ച്, കർത്താവേ, എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട് എന്ന് പറയുക. ഞാൻ അപ്പോൾ തന്നെ നിന്റെ അരികിലുണ്ടാകും. വിശ്വസിക്കുക, ഇതാണ് സത്യം. എന്റെ കൃപയെ പരിഹസിക്കുകയോ ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങളെ തള്ളിക്കളയുകയോ ചെയ്യാത്തിടത്തോളം എന്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോകില്ല. പ്രത്യേകിച്ച് വലിയ ആശയക്കുഴപ്പമുള്ള ഈ സമയങ്ങളിൽ നിന്റെ വിശ്വാസവും മനോഭാവവും എന്നെ സന്തോഷിപ്പിക്കുന്നു. തെറ്റായ ഉപദേശങ്ങൾക്ക് നിന്റെ ആത്മാവ് തുറന്നുകൊടുക്കരുത്. ഹൃദയത്തിൽ വെറുപ്പ് വളരാൻ അനുവദിക്കരുത്. നിന്നെ ഉപദ്രവിക്കാത്തവരെക്കുറിച്ച്, നിന്റെ ശത്രുക്കളല്ലാത്തവരെക്കുറിച്ച് ദൂഷണം പറഞ്ഞുകൊണ്ട് ദുഷ്ടന്മാരോട് കൂട്ടുചേരരുത്. കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായ എല്ലാ അസംബന്ധങ്ങളാലും നീ സ്വാധീനിക്കപ്പെടരുത്. ആരെങ്കിലും പരദൂഷണവുമായി നിന്റെ അടുക്കൽ വന്നാൽ അതിന് വില കൽപ്പിക്കരുത്. ശത്രുവിന്റെ കെണിയിൽ അത്ര എളുപ്പത്തിൽ വീണുപോകരുത്. സത്യസന്ധരും വിശ്വസ്തരും കൂറുള്ളവരുമായ ഹൃദയങ്ങളെയാണ് എന്റെ കണ്ണുകൾ തിരയുന്നത്. എന്നെ സ്നേഹിക്കുന്നവരും എന്നാൽ എന്റെ നിയമങ്ങൾ ലംഘിക്കുന്നതിന്റെ അനന്തരഫലങ്ങളെ ഭയപ്പെടുന്നവരുമായവരെ. മറ്റുള്ളവരെ പടുത്തുയർത്താനും നിന്റെ കുടുംബത്തെ ധൈര്യപ്പെടുത്താനും ഈ ദിവ്യവചനങ്ങൾ പങ്കുവെക്കാനും മറ്റുള്ളവരുടെ പാപങ്ങളിൽ പങ്കുചേരാതിരിക്കാനും ഞാൻ നിന്നെ ഉയർത്തുകയാണ്. നിന്റെ ആശങ്കകൾ കാരണം എന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്പം സമയമെടുത്ത് വീണ്ടും അവ കേൾക്കാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ സന്ദേശങ്ങളും കേൾക്കുക. ഞാൻ നിനക്ക് നൽകിയ അടയാളങ്ങൾ നിന്റെ ഹൃദയം തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നീ എന്നോട് സമാധാനവും ശാന്തിയും ചോദിക്കുന്നു. ഞാനത് നിനക്ക് നൽകും. അലറുന്ന സിംഹത്തെപ്പോലെ നിന്റെ വിശ്വാസത്തെ വിഴുങ്ങാൻ ശത്രു വരുമ്പോൾ എന്റെ ഈ വാക്കുകൾ നിനക്ക് കവചമാകട്ടെ. എന്റെ ശബ്ദം നിന്നോട് പറയുന്നു, നിന്റെ ആത്മാവ് അത് സ്വീകരിക്കുന്നു. എന്റെ വചനം നിന്റെ കാലുകൾക്ക് ദീപവും പാതയിൽ വെളിച്ചവുമാണ്. എന്റെ കൽപ്പനകൾ തേനിനേക്കാൾ മധുരമുള്ളതാണ്. ഏത് സാഹചര്യത്തെയും നേരിടാനും ജയിക്കാനുമുള്ള ശക്തിയും ധൈര്യവും അത് നിനക്ക് നൽകും. നീ ജാഗ്രതയോടെ ഇരുന്നാൽ ഒരു ശത്രുവിനും നിന്നെ ഉപദ്രവിക്കാനാവില്ല. രാവും പകലും എന്റെ വചനം നിന്റെ അധരങ്ങളിലും മനസ്സിലുമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. അപകടം പതിയിരിക്കുമ്പോഴും തിന്മ നിനക്കെതിരെ വരുമ്പോഴും ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകും. ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് ശക്തി നൽകും. വിശ്വാസത്തോടെ ഈ വാക്കുകൾ സംസാരിക്കുന്നതിലൂടെ നീ എഴുന്നേൽക്കും. നിന്റെ ഭവനം ദുരിതത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിമുക്തമാകും. നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്കെതിരെ നിൽക്കാൻ ആർക്കും കഴിയില്ല. കാരണം എന്റെ വചനം നിന്റെ ഭവനത്തിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം. നിന്റെ ഹൃദയം ജ്വലിക്കുന്നതും കണ്ണുകൾ തുറന്നതും മനസ്സ് ജാഗ്രതയുള്ളതുമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനേകം അനുഗ്രഹങ്ങളെയും ആശയങ്ങളെയും സ്വാഗതം ചെയ്യാനും ഭൂമിയെ ജയിക്കാനും നിന്റെ ത്യാഗത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലം കൊയ്യാനും നീ തയ്യാറായിരിക്കണം. നീ അനുഭവിച്ചതൊന്നും വെറുതെയാകില്ല. നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്. നീയും നിന്റെ കുടുംബവും വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ള എന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് പറയുന്നു, എല്ലാവരെയും ബഹുമാനിക്കുക. ആരെയും നിസ്സാരമായി കാണരുത്. കുട്ടിയെന്നോ മുതിർന്നവരെന്നോ ഭേദമില്ലാതെ. ഞാൻ ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് വിളിക്കരുത്. ആരെയും അവരുടെ ഭൂതകാലം ഓർമ്മിപ്പിക്കരുത്. കാരണം ഞാൻ അതെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു. നീ സ്നേഹിക്കുന്നവരെ വളരാൻ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. അതിലൂടെ ഞാൻ നിന്നെ കൂടുതൽ അനുഗ്രഹിക്കും. കാരണം ഈ അനുഗ്രഹങ്ങൾ നിന്നിലൂടെ മറ്റുള്ളവരിലും വിതയ്ക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ സമൃദ്ധമായി ഒഴുകും. നിന്റെ വഴിയിൽ കണ്ടുമുട്ടുന്നവർക്ക് പോലും അത് കുളിർമയേകും. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും പ്രാപിക്കും. അവർ കൊതിക്കുന്ന പ്രത്യാശ നിന്റെ പുഞ്ചിരിയിൽ അവർ കാണും. എന്നെ പിന്തുടരാത്ത പലരും ഞാൻ സത്യവും യാഥാർത്ഥ്യവുമാണെന്ന് മനസ്സിലാക്കും.
എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മാർത്ഥമായ ഹൃദയത്തോടെ എന്റെ സന്നിധിയിൽ വരുന്ന എല്ലാവരോടും ഞാൻ കരുണ കാണിക്കും. ഇന്ന് ഞാൻ നിന്റെ മേൽ സ്നേഹത്തിന്റെ മഴ പെയ്യിക്കുന്നു. നിരാശയുടെ കാർമേഘങ്ങളെ ഞാൻ നീക്കി എന്റെ കൃപയുടെ നിഴൽ കൊണ്ട് നിന്നെ മൂടുന്നു. നിന്റെ വീട്ടിന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി കൈകളുയർത്തി 4 ദിക്കുകളോടും വിളിച്ചു പറയുക, ഞാനാണ് നിന്റെ ഇടയനെന്നും നിന്റെ ദാതാവെന്നും. എന്നിൽ എന്നേക്കുമായി വിശ്വസിക്കാനും അവസാനം വരെ ഈ വാക്കുകൾ വിശ്വസ്തയോടെ പിന്തുടരാനും നീ പ്രതിജ്ഞാബദ്ധനാണെന്ന് പ്രഖ്യാപിക്കുക. ഇപ്പോൾ തന്നെ അത് ചെയ്യുക. ഈ സൗഖ്യമാക്കുന്ന അഭിഷേകം സ്വീകരിക്കുക. ഞാൻ നൽകുന്ന ശക്തി അനുഭവിക്കുക. ഭയപ്പെടുകയോ പതറുകയോ ചെയ്യരുത്. മുന്നോട്ടു പോവുക. ഈ വചനം പങ്കുവയ്ക്കുക. ഞാൻ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൽ നന്ദി സൂക്ഷിക്കുക. സ്നേഹത്തോടെ നീ അവ സ്വീകരിക്കുന്നുവെന്ന് എന്നോട് പറയുക. കൈകൾ വിരിച്ചുപിടിച്ച് ഞാൻ നൽകുന്ന ഈ സ്നേഹത്തെ ആശ്ലേഷിക്കുക. ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ആ മനോഹരമായ വികാരം അനുഭവിക്കുക. നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് ഞാൻ കണ്ടു. നിന്റെ മനസ്സിലൂടെ പാഞ്ഞുപോകുന്ന ചിന്തകൾ ഞാൻ കേട്ടു. വിഷമിക്കേണ്ട എന്നു പറയാനാണ് ഞാനിവിടെ വന്നത്. നിന്റെ ഭൂതകാലത്തിന്റെ കോണുകളിൽ പതിയിരിക്കുന്ന ആ ഭയങ്ങളെ ഞാൻ നീക്കം ചെയ്യുകയും നിന്റെ പാപങ്ങളുടെ ഭാരം എടുത്തുമാറ്റുകയും ചെയ്യുന്നു. അവശേഷിക്കുന്ന മുറിവുകളെ ഇന്ന് ഞാൻ ഉണക്കുന്നു. നിന്നെ തടവിലാക്കിയ ചങ്ങലകളെ ഞാൻ തകർക്കുന്നു. ഇന്ന് വിശ്വാസത്തോടെ നിനക്ക് ഭാവിയെ നോക്കാം. അവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എന്റെ സത്യം സ്വീകരിക്കുക. നിനക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനായി കുരിശിൽ സ്വയം സമർപ്പിക്കുകയും ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്ര ആഴമേറിയതാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. എന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. നിനക്കായി ശരിയായ വാതിൽ തുറക്കാനും തെറ്റിലേക്ക് നയിക്കുന്ന വഴികൾ അടയ്ക്കാനും ഞാൻ എപ്പോഴും അവിടെയുണ്ടാകും. ഈ വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടെ എന്റെ അടുത്തേക്ക് വരിക. നീ എന്റെ കൃപ പ്രാപിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഒരിക്കലും ഏകാന്തതയോ ആശയക്കുഴപ്പമോ അനുഭവിക്കരുത്. ഒരു പ്രാർത്ഥന അകലത്തിൽ ഞാനുണ്ട്. നീ ചോദിച്ചതും എന്നാൽ ഇതുവരെ ലഭിക്കാത്തതുമായ മനോഹരമായ കാര്യങ്ങൾക്കായി ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കാൻ നീ പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ വളരെ വേഗം നീ കൈപിടിയിലൊതുക്കുമെന്ന് ഉറപ്പിച്ചുകൊള്ളുക. എന്റെ വചനം ആത്മാവിൽ സ്വീകരിച്ച് വിശ്വസിക്കുക. പൂർണ്ണ ഹൃദയത്തോടും ആത്മാർത്ഥതയോടും കൂടെ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിനക്ക് ഉത്തരം നൽകും. ഈ നാഴികയിൽ എന്നെ അന്വേഷിക്കുക. പഠിക്കുകയും വളരുകയും ചെയ്യുക. എന്റെ സ്നേഹവും വാത്സല്യവും ദിവസവും വെളിപ്പെടുത്തിത്തരുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയുക. നിന്നെ ബലപ്പെടുത്തുന്ന സമാധാനം സ്വീകരിക്കുക. എന്റെ കുഞ്ഞേ, ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നു. ജീവനുള്ള മറ്റൊരു ദിവസം കൂടി തന്നതിന് നീ ഇന്ന് എനിക്ക് നന്ദി പറഞ്ഞുവോ? നിന്റെ അധരങ്ങൾ തുറന്ന് സ്വന്തം വാക്കുകളിൽ നന്ദി പ്രകടിപ്പിക്കാൻ വളരെ കുറച്ച് സമയം മതി. നീ പറയുന്നതിനു മുൻപേ നിന്റെ ആവശ്യാവശ്യങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. എന്നിൽ വിശ്വസിക്കുക. വന്ന് എന്നോടൊപ്പം അല്പസമയം ശാന്തമായി ചെലവഴിക്കുക. നിശബ്ദമായ ഒരു നിമിഷം കണ്ടെത്തി ഇന്ന് നിനക്ക് നന്ദി പറയാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. നിന്റെ ജീവിതം, കുടുംബം, ആരോഗ്യം, നീ ശ്വസിക്കുന്ന വായു, മേശപ്പുറത്തെ ഭക്ഷണം, തലചായ്ക്കാൻ ഒരിടം, നിന്റെ വീടിനു ചുറ്റുമുള്ള എന്റെ അമാനുഷിക സംരക്ഷണം, നിന്റെ സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുന്ന, യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന പോരാളികളായ മാലാഖമാർ. അങ്ങനെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയാൻ എത്രയോ കാരണങ്ങളുണ്ട്. ജീവിതത്തോട് ചേർന്നു നിൽക്കാൻ എണ്ണമറ്റ മനോഹരമായ കാരണങ്ങളുണ്ട്. ദിവസവും നീ അവയെക്കുറിച്ച് ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നിന്റെ മനസ്സ് ശുഭകരമായ ചിന്തകൾ കൊണ്ട് നിറയുകയും നിന്റെ വഴിയിലെ എന്റെ നന്മകളെ കാണാൻ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. നിന്റെ വിധി എന്റെ കൈകളിൽ സുരക്ഷിതമാണെന്നറിഞ്ഞ് നീ സുരക്ഷിതത്വം അനുഭവിക്കും. എന്നെ ആവശ്യമുള്ള, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ എന്നെ അന്വേഷിക്കുന്ന, താൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുന്ന നന്ദിയുള്ള ഒരു ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത്. ജീവിതത്തിലെ സംഭവങ്ങളെ ഓർത്ത് നീ വിഷമിക്കുമ്പോൾ ഞാൻ നിന്നെ കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അമിതമായി വിഷമിക്കേണ്ട. എല്ലാം നന്നായി വരണമെന്നും വീട്ടിൽ വകയുണ്ടാകണമെന്നും കുടുംബത്തിന് ആരോഗ്യം വേണമെന്നും സമാധാനവും സ്ഥിരതയും തകരാതിരിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നു. എന്നാൽ നന്ദി പറയാൻ നീ മറന്നുപോകുന്ന ഇരുണ്ട ദിവസങ്ങളുണ്ട്. അപ്പോൾ എതിരാളി നുണകൾ മന്ത്രിക്കുകയും നിന്റെ ഉത്കണ്ഠയെ ഭയമായും ഭയത്തെ ഭീതിയായും ഭീതിയെ നിരാശയായും മാറ്റുന്നു. ശത്രുവിനെ ഓടിക്കുന്ന വാക്കുകൾ പറയാൻ നീ കൈകൾ ഉയർത്തുന്നതും കാത്ത് ഞാൻ നോക്കി നിൽക്കുകയാണ്. നിന്റെ ജീവിതത്തിനും കുടുംബത്തിനും ആരോഗ്യത്തിനും നീ ആയിരിക്കുന്ന എല്ലാത്തിനും നന്ദി പറയുക. നിന്റെ ആത്മാർത്ഥമായ വിശ്വാസവും നന്ദിയുള്ള ഹൃദയവുമാണ്
പരീക്ഷണഘട്ടങ്ങളിൽ നിന്നെ ശക്തമായി നിലനിർത്തുന്ന പരിചകൾ. നാളെ നീ കണ്ണു തുറക്കുമ്പോൾ നന്ദിയുള്ള ഒരു ആത്മാവിൽ നിന്ന് വരുന്ന നിന്റെ ആദ്യ വാക്കുകൾ കേൾക്കാൻ ആകാംക്ഷയോടെ ഞാൻ നിന്റെ കിടക്കക്കരികിൽ കാത്തിരിക്കും. നന്ദി, ഈ ജീവന് നന്ദി എന്നു പറയുക. പ്രത്യേകിച്ചും മനസ്സ് മടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ എന്റെ അടുക്കൽ വന്ന് നിന്റെ ഭാരങ്ങൾ ഇറക്കിവെക്കുക. ഞാൻ ഓരോ വികാരത്തെയും രൂപാന്തരപ്പെടുത്തും. ദുഃഖത്തെ സന്തോഷമായും ഖേദത്തെ സമാധാനമായും കുറ്റബോധത്തെ പ്രത്യാശയായും മാറ്റും. നിന്റെ മനസ്സിനെ മാന്തിക്കീറുന്ന നുണ പറയുന്ന പഴയ ശബ്ദങ്ങളെ കേൾക്കാൻ നിന്നെ നിർബന്ധിക്കുന്ന ആ വിഷാദത്തെ ഞാൻ എന്നേക്കുമായി തകർക്കുന്നു. ഞാൻ സർവശക്തനായ ദൈവമാണ്. എന്നെ അനുസരിക്കുകയും വിശ്വസിക്കുകയും വിശ്വസ്തയോടെ പിന്തുടരുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ് നീ. ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം നീ അർഹിക്കുന്നു. എന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ സൗഖ്യമാക്കുന്ന ശക്തിയാൽ എല്ലാ മാനസിക സംഘർഷങ്ങളിൽ നിന്നും നിനക്ക് വിടുതൽ ലഭിക്കും. എന്റെ ശബ്ദം കേൾക്കുക. തല മുതൽ പാദം വരെ പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുക. നീ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുക. പൊടിയിൽ നിന്ന് നിന്റെ സ്വപ്നങ്ങളെ പെറുക്കിയെടുത്തു നടക്കുക. വിജയത്തിന്റെ, വിശുദ്ധിയുടെ ഉയർന്ന പർവ്വതത്തിലേക്ക് നയിക്കുന്ന പാത പിന്തുടരുക. ഞാൻ നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന വികാരങ്ങൾ എന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടതാണ്. നിന്റെ മുൻപിൽ ഞാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹം ഉറപ്പുള്ളതും സത്യവുമാണ്. എന്നിലും എന്റെ നിത്യമായ വചനത്തിലും നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ അത് പ്രാപിക്കുകയാണ്. നിന്നെ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന് നിന്റെ ഹൃദയം സമർപ്പിക്കുന്നതിൽ നിനക്ക് തെറ്റുപറ്റില്ല. ഞാൻ വെറുമൊരു ഭാവനയല്ല, എളിമയോടും ലാളിത്യത്തോടും കൂടെ വിശ്വസിക്കാൻ തയ്യാറാകുന്ന, എന്റെ വചനത്തെ ബഹുമാനിക്കുന്ന, സ്വന്തം കുറവുകളെ അംഗീകരിക്കുന്ന, തിന്മയെ ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ ഉറച്ച ചുവടുകളോടെ നടക്കാൻ തീരുമാനിക്കുന്ന എല്ലാവർക്കും വേണ്ടി ശക്തമായ അമാനുഷിക അത്ഭുതങ്ങൾ സംഭവിക്കും. എന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നെ സൗഖ്യമാക്കണം. നിന്നെ കബളിപ്പിച്ച എല്ലാ ശാപങ്ങളെയും മന്ത്രവാദങ്ങളെയും ഞാൻ തകർക്കുന്നു. എല്ലാ ചങ്ങലകളെയും ഞാൻ പൊട്ടിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എന്നേക്കാൾ ശക്തിയുള്ള മറ്റാരോ ഉണ്ടെന്ന് നിന്നെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. അത് സത്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ്. എന്റെ ശബ്ദത്തിൽ ഭൂമി പോലും വിറയ്ക്കുന്നു. എന്റെ മഹത്വത്തിന് മുൽക്കാനാവാതെ തിന്മയുടെ ശക്തികൾ പരാജയപ്പെട്ടു വീഴുന്നു. നിനക്കെതിരെ പോരാടാനോ നിന്നെ ഉപദ്രവിക്കാനോ നിനക്ക് ദോഷം വരുത്താനോ ഒരു മനുഷ്യനും ആത്മാവിനും കഴിയില്ല. കാരണം നീ ഇനി ഒറ്റയ്ക്കല്ല. എന്റെ കരങ്ങൾ നിന്നെ പൊതിയുന്നു. എന്റെ വിശുദ്ധി നിന്നെ മൂടുന്നു. എന്റെ രക്തത്തിന്റെ ശക്തി രാവും പകലും നിന്നെ സംരക്ഷിക്കുന്നു. ഇനി ദുഃഖമില്ല, വേദനയില്ല, കണ്ണുനീരും നിരാശയും ഇനി ഉണ്ടാവില്ല. ഈ നിമിഷം ഞാൻ നിനക്ക് നൽകുന്ന സമാധാനവും സന്തോഷവും സ്വീകരിക്കുക, അനുഭവിക്കുക. നീ അത് സ്വീകരിക്കുന്നുവെന്ന് എന്നോട് പറയുക. നീ വിശ്വസിക്കുന്നുവെന്ന് പറയുക. മുത്തുകുത്തി നീ കാണാൻ പോകുന്ന സ്നേഹത്തിനും അത്ഭുതങ്ങൾക്കും നന്ദി പറയുക. എനിക്ക് നിന്നോട് പങ്കുവെക്കാൻ ഒരു നല്ല വാർത്തയുണ്ട്. നീ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. നിന്റെ ആത്മാവിനെ അലട്ടുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ പരിഹരിക്കാൻ പോവുകയാണ്. ഞാൻ നിന്റെ കുടുംബത്തെയും ആരോഗ്യത്തെയും സാമ്പത്തികത്തെയും അനുഗ്രഹിക്കും. നീ പുനരുജ്ജീവനത്തിന്റെ ഒരു സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നും നഷ്ടപ്പെടാതിരിക്കാനും എല്ലാം നന്മയായി തീരാനും നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്യും. എന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നു. നിന്നെ സൗഖ്യമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പിടിച്ചുകെട്ടിയിരുന്ന നുണകളെയും ശാപങ്ങളെയും ഞാൻ തകർക്കുന്നു. എന്നിലും എന്റെ ശക്തിയിലും വിശ്വസിക്കുക. ഈ പ്രപഞ്ചത്തിൽ എന്റെ ശക്തിയെ മറികടക്കുന്ന ഒരു ശക്തിയുമില്ലെന്ന് അറിയുക. നിന്നോടുള്ള എന്റെ സ്നേഹം വലുതാണ്. വന്ന് അത് പൂർണ്ണമായി സ്വീകരിച്ച് സമാധാനത്തോടെ ഇരിക്കുക. നിന്റെ ആത്മാവിനെ കരുത്തുറ്റതും ഇളകാത്തതുമാക്കാൻ ഞാൻ ഇവിടെയുണ്ട്. ജീവിതത്തിലെ കാറ്റുകൾ ഇനി നിന്നെ ഉലയ്ക്കുകയില്ല. നുണകളോ വ്യാജവാർത്തകളോ പൊള്ളയായ ഭീഷണികളോ കേട്ട് നീ ഇനി വിറയ്ക്കില്ല. ഞാൻ സംസാരിക്കുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കുക. കാരണം നീ ബലഹീനനല്ല, ശക്തനാണ്. നീ തോൽപ്പിക്കപ്പെട്ടവനല്ല. നിന്റെ ശത്രുക്കൾ നിർമ്മിച്ച തടവറകളിൽ നിന്ന് ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുക. ഞാൻ ക്ഷമിച്ചുകഴിഞ്ഞ പഴയ പാപങ്ങളുടെ കുറ്റബോധം വലിച്ചെറിയുക. അനാവശ്യമായ തർക്കങ്ങൾ കൊണ്ട് മനസ്സ് ഭാരപ്പെടുത്തരുത്. കൈപ്പേറിയ വികാരങ്ങൾ ഹൃദയത്തിൽ വളരാൻ അനുവദിക്കരുത്. പകയ്ക്ക് ഇടം നൽകരുത്. നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. അവരെയും ആ ഓർമ്മകളെയും ഭൂതകാലത്തിൽ വിട്ടേക്കുക. ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം അത് എന്റെ കൈകളിൽ സുരക്ഷിതമാണ്. നിന്നെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കും. ഇതെല്ലാം വിശ്വസിക്കുക. ഞാൻ കൂടെയുണ്ട്. എന്നും, എപ്പോഴും.